നമസ്കാരം. ഇമ്മിണി വലിയ കമ്പ്യൂട്ടിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. ജനുവരി 19 മുതൽ 21 വരെ വിക്കി സംഗമോത്സവം എന്നൊരു പരിപാടി നടക്കുകയാണ്. മലയാളത്തിലെ വിക്കിപീഡിയ സ്നേഹിക്കുന്ന, വിക്കിപീഡിയയിൽ എഴുതുന്ന ആളുകളുടെ സംഗമം കൊടുങ്ങല്ലൂരാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി വിക്കി ലവ്സ് മുസിരിസ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് കൊടുങ്ങല്ലൂരിലെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒപ്പം തന്നെ അവിടെ യുവാക്കളെ പങ്കെടുപ്പിച്ച് ചില പ്രോഗ്രാം, ഫോട്ടോ വാക്ക്, മാപ്പിംഗ് തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി സ്ഥലം മുമ്പേ ഒന്ന് പോയി കണ്ട് കുറച്ച് ഫോട്ടോ എടുക്കുകയാണ്, വിക്കിപീഡിയ കോമൺസിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഒരു വ്ലോഗ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കോട്ടപ്പുറം കോട്ടയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കൂടെ കുറച്ച് വിവരങ്ങൾ കൂടി തരാമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന കല്ല് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കല്ലിൽ തീ എന്നും കോ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള കല്ലുകളാണ്. ഇതിന് കൊതിക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയിൽ സ്ഥാപിക്കുന്ന കല്ലുകളാണ്. ഇങ്ങനത്തെ ഒരുപാട് കല്ലുകളുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടപ്പുറം കോട്ടയിലുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ചേരമാൻ പെരുമാൾ പള്ളിയുടെ ഫ്രണ്ടിലാണ്. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ പെരുമാൾ. അത്രയും ചരിത്ര പ്രാധാന്യമുള്ളൊരു പള്ളിയാണ് കൊടുങ്ങല്ലൂരുള്ള ചേരമാൻ മുഹമ്മദ് നബിയുടെ ഒക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മാലിക് ദിനാറാണ് ഈ പള്ളി സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു പള്ളിയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു മുസ്ലിം പള്ളിയാണ് നമ്മളിപ്പോൾ സന്ദർശിക്കുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഉള്ളത് ചേരമാൻ മസ്ജിദിലാണ്. മസ്ജിദിൻ്റെ മ്യൂസിയത്തിലാണ്. ഇവിടെ മ്യൂസിയത്തിലുള്ള ചില കാഴ്ചകൾ, പള്ളിയുടെ പഴയ രൂപമുണ്ട്, പള്ളി ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ്, നാണയങ്ങൾ, നോട്ടുകൾ, അതുപോലെ തന്നെ വാള്, പരിചയം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇതും ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്, വളരെ പഴയ ക്ഷേത്രമാണ്. ഇപ്പോൾ നമ്മൾ പള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ അതിനുശേഷമുള്ള 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം 9ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചേരമാൻ രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമായിരുന്നു. അതുപോലെ തന്നെ ചിലപ്പതികാരം എന്ന പുസ്തകത്തിൽ വരെ ഇതിനെക്കുറിച്ചുള്ള ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഈ ഡച്ചുകാരും ടിപ്പു സുൽത്താനൊക്കെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. നമ്മളിപ്പോൾ ഉള്ളത് വൈപ്പിൽ കോട്ട സെമിനാരിയിലാണ്. ഇത് വളരെ പഴയ കാലത്തുള്ള ഒരു സെമിനാരിയാണ്. മലബാറിലെ പ്രീസ്റ്റുകളെ പഠിപ്പിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് ഏറെക്കുറെ തകർന്നൊരവസ്ഥയിലാണുള്ളത്. ഇത് ടിപ്പു സുൽത്താൻ ആക്രമണത്തിൽ തകർന്നാണെന്നാണ് പറയപ്പെടുന്നത്. ചേന്നമംഗലം ജൂയിഷ് പള്ളിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് 17ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ജൂയിഷ് പള്ളിയാണ്. ൽ 1269 മരണപ്പെട്ട സാറബത്ത് ഇസ്രായേൽ എന്ന സ്ത്രീയുടെ സ്മാരക ശിലയാണ് ഈ കാണുന്നത്. കൊടുങ്ങല്ലൂരിനും വടക്കൻ പറവൂരിനും ഇടയിലുള്ള ഒരു ഗ്രാമമാണ് പട്ടണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിൽഡ്രൻസ് മ്യൂസിയത്തിലാണ്. ഈ മ്യൂസിയത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചെറിയൊരു ചരിത്രമുണ്ട്. BC 10ാം നൂറ്റാണ്ട് മുതൽ AD 10ാം നൂറ്റാണ്ട് വരെയെങ്കിലുള്ള 2000 വർഷത്തെ വലിയൊരു ചരിത്രം, ജനവാസ ചരിത്രം ആണ് ഈ സ്ഥലത്തിന് പറയാനുള്ളത്. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ഒരു വിദഗ്ധ സംഘം ഇവിടെ പുരാവസ്തു ഖനനം നടത്തിയിട്ടുണ്ടായിരുന്നു. 4 മീറ്റർ അടിയിലേക്ക് വരെ ഖനനം ചെയ്തിട്ട് അവിടുത്തെ പല സാധനങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായി. മാല, മുത്തുകൾ, കല്ലുകൾ, നാണയങ്ങൾ, ചൈനയുമായിട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായും അറബുമായിട്ടും ഒക്കെ നടന്ന കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ
പല സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ളത് പള്ളിപ്പുറം കോട്ടയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു യൂറോപ്യൻ ബിൽഡിംഗ് ആണ്. ഇതൊരു കോട്ടയാണ്. ഇത് ഇപ്പോൾ ഈയിടെ ഇത് പുതുക്കി പണിതിട്ടുണ്ട്. 1503 ഈ കോട്ട പണിഞ്ഞിട്ടുള്ളത്. 1909 ട്രാവൻകൂർ സർക്കാർ ഇതൊരു ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിച്ചു. ഈ സ്ഥലങ്ങളിലെല്ലാം പോയതിനു ശേഷം ചെറായി ബീച്ചിലും ഒന്ന് പോയി നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് പോലെ വീഡിയോ ചെയ്തത് നിങ്ങൾക്കിത് ഇഷ്ടമാവുമോ എന്നറിയില്ല. എങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ടെക്നോളജി വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.